പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഡാമിയൻ പ്രീസ്റ്റ് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഡ്രൂ മാക്കിൻ്റെയറിന് എന്തുകൊണ്ടാണ് ഇത്രയും ബാഡ് സിറ്റുവേഷൻ നേരിടേണ്ടി വരുന്നത്, അതുപോലെ സെത്തിൻ്റെ ഭാവി എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. റസൽമേനിയ 40 രണ്ടാമത്തെ ദിവസത്തിലെ ആദ്യ മത്സരമായിരുന്നു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ് ഡ്രൂ മാക്കിൻ്റെയറിനെതിരെ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് പറയുന്നത്. മത്സരം അതിഗംഭീരമായിരുന്നു. ഇരു റെസ്ലേഴ്സിനും തുല്യ പ്രാധാന്യവും തുല്യമായി വിജയിക്കാനുള്ള അവസരങ്ങളും മത്സരത്തിൽ ഉടനീളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രൂ മാക്കിൻ്റെയർ കുറേയധികം ക്ലൈമോർ കിക്കൊക്കെ ചെയ്തിട്ടാണ് സെത്തിനെതിരെ വിജയിക്കുന്നത്. സെത്തും മികച്ച രീതിയിൽ പോരാടി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും സെത്തിൻ്റെ നിലവിലെ ഈ ഒരു സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ, സെത്ത് കോടിയെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരം എല്ലാം കോടിക്ക് സമ്മാനിച്ച പോലെയാണ് അദ്ദേഹം ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രൂ മാക്കിൻ്റെയറിനെതിരെയുള്ള ഈ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരത്തിന് വലിയ പ്രാധാന്യം സെത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വില സെത്ത് ഈ റസൽമേനിയയിൽ അനുഭവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വേൾഡ് ടൈറ്റിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. മറിച്ച് കോഡി റോഡ്സിനെ ചാമ്പ്യനാകാൻ സഹായിക്കാൻ സെത്തിന് സാധിച്ചു എന്നുള്ള ഒരു പോസിറ്റീവ് ഘടകം സെത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടെങ്കിൽ പോലും, സ്വന്തം ആയിട്ടുള്ള ആ ഒരു വലിയൊരു ചാമ്പ്യൻഷിപ്പാണ് സെത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവസാനിക്കേണ്ട ഒരു മത്സരം അത് ഡ്രൂ മാക്കിൻ്റെയർ തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. കമൻറ്റേറ്ററിൽ ഇരുന്നിരുന്ന CM പങ്കിനെ പോയി ചൊറിയുന്നു. CM പങ്ക് കിട്ടിയ അവസരത്തിൽ ഡ്രൂ മാക്കിൻ്റെയറിനെ നല്ല രീതിയിൽ തിരിച്ചടിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഡാമിയൻ പ്രീസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെന്യൂർ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാൻ സാധിക്കുന്നു. ഡ്രൂ മാക്കിൻ്റെയറിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡ്രൂ മാക്കിൻ്റെയറിൻ്റെ ഒരു ബാഡ് സിറ്റുവേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഡ്രൂ മാക്കിൻ്റെയർ കൊറോണ സമയത്ത് WWE ഇങ്ങനെ ഷോൾഡറിൽ പൊക്കി നിർത്തി പിന്നീട് ക്രൗഡിൻ്റെ മുന്നിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ മെയിൻ ടൈറ്റിലോ വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള വലിയൊരു പരാതിയൊക്കെ പറഞ്ഞിരുന്ന ഡ്രൂവിന് വലിയൊരു അവസരമാണ് ഇന്നത്തെ റസൽമേനിയയിലെ വിജയത്തോടു കൂടി കിട്ടിയത്. പക്ഷേ അത് വെറും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നായിരുന്നു. എന്തായാലും ഡ്രൂ മാക്കിൻ്റെയർ ഈ വർഷം തന്നെ വേൾഡ് ടൈറ്റിൽ എടുക്കും. അദ്ദേഹത്തിന് ഒരു ലോങ് റണ്ണ് വേൾഡ് ടൈറ്റിലിൽ കിട്ടുമെന്നുള്ളത് 100% ഷുവറാണ്. അതിലേക്കുള്ള ഒരു ബിൽഡപ്പ് മാത്രമാണ് ഡാമിയൻ പ്രീസ്റ്റിനെ വേൾഡ് ചാമ്പ്യൻ ആക്കിയതിലൂടെ എനിക്ക് പറയാനുള്ളത്. ഇനി ഡാമിയൻ പ്രീസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ആയത് ശരിയായ തീരുമാനമാണോ അതോ തെറ്റാണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പങ്കുവെക്കുന്നത്. ഡാമിയൻ പ്രീസ്റ്റിനെ വേൾഡ് ചാമ്പ്യൻ ആക്കിയത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഒരു ട്രാൻസിഷണൽ ചാമ്പ്യൻ എന്നുള്ള ഒരു പരിവേഷം മാത്രമായിരിക്കും ഡാമിയൻ പ്രീസ്റ്റിന് കൊടുക്കാൻ പോകുന്നത്. കൂടാതെ ഡാമിയൻ പ്രീസ്റ്റിൻ്റെ ഈ ഒരു ക്യാഷിൻ്റെ ശ്രമം അത് വർക്ക് ഹോഴ്സ് ചാമ്പ്യൻഷിപ്പ് എന്നറിയപ്പെടുന്ന വേൾഡ് ടൈറ്റിലിന് തന്നെ കൊടുക്കാനുള്ള കാരണം കൃത്യമായി നല്ല രീതിയിൽ സ്റ്റോറികൾ ഈ ഒരു വേൾഡ് ടൈറ്റിലിന് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഡാമിയൻ പ്രീസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൂ മാക്കിൻ്റെയറിനെതിരെ സ്റ്റോറി ചെയ്യാൻ സാധിക്കും. ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റോറി ലൈൻ ചെയ്യാൻ സാധിക്കും. ഫാക്ഷനുകൾക്കെതിരെ ജഡ്ജ്മെൻറ്റ് ഡേക്ക് മത്സരിക്കാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി പോയിന്റുകൾ ഡാമിയൻ പ്രീസ്റ്റിനെ ചാമ്പ്യൻ ആക്കിയതിലൂടെ സ്റ്റോറി ലൈൻ പ്രകാരം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിയൻ പ്രീസ്റ്റിനെ ചാമ്പ്യൻ ആക്കിയത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ്. പല കൂട്ടുകാർക്കും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സെത്ത് എന്ന സൂപ്പർ താരത്തിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണ് അടുത്തത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, സെത്തിന് നിലവിൽ ബ്രേക്ക് കൊടുക്കേണ്ട ഒരു സമയമാണ്. അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇഞ്ചുറി വെച്ചിട്ടും അദ്ദേഹം ഫിസിക്കലായി കുറച്ച് ഭാഗങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുന്ന ഒരു സമയത്തും അദ്ദേഹം പ്രൊമോസൊക്കെ ചെയ്ത് റോയിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ സെത്തിന് ബ്രേക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും നിലവിൽ ഒരു ചാമ്പ്യൻ അല്ലാത്ത സെത്തിന് കുറച്ച് മാസങ്ങൾ ബ്രേക്ക് കൊടുക്കുക, എന്നിട്ട് ഏതെങ്കിലും സ്റ്റോറി ലൈൻ്റെ ഭാഗമായി സെത്തിനെ തിരികെ കൊണ്ടുവരിക എന്നുള്ള ഒരു പ്ലാൻ മാത്രമേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇനി നമ്മൾ കാണുന്നുള്ളൂ. കാരണം സെത്ത് എന്താണോ അദ്ദേഹം ആഗ്രഹിച്ചത്, കോടിയെ ചാമ്പ്യനായി കാണാൻ ആഗ്രഹിച്ചു, റോമൻ റീൻസിൻ്റെ ആ ഒരു വേൾഡ് ടൈറ്റിൽ റണ്ണ് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു, അതെല്ലാം സെത്ത് നേടിക്കൊടുത്തു. ഇനി സെത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് പഴയ പോലെ 100% ഹെൽത്ത് വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കുറച്ച് ബ്രേക്ക് അനിവാര്യമാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ആയിരിക്കും ഇനി സെത്തിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ വേൾഡ് ടൈറ്റിൽ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി കാണാൻ സാധിച്ചിട്ടുള്ളത്. ഫോക്കസ് ചെയ്തിരിക്കുന്ന മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഡ്രൂ മാക്കിൻ്റെയറും CM പങ്കും തമ്മിലുള്ള സ്റ്റോറിക്കാണ്. അപ്പോൾ CM പങ്കിൻ്റെ ഇഞ്ചുറിയൊക്കെ പൂർണ്ണമായി മാറിയാൽ CM പങ്കും ഡ്രൂ മാക്കിൻ്റെയറും തമ്മിലുള്ള ഒരു മെഗാ സ്റ്റോറിക്ക്, അതും വേൾഡ് ടൈറ്റിൽ പിക്ചറിൽ നിൽക്കുന്ന ഒരു സ്റ്റോറിക്ക് തന്നെയാണ് ഇനി നമ്മൾ കളമൊരുങ്ങി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.